ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചക്ക കൊണ്ട് വഴനയപ്പം അല്ലെ കുമ്പിളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി വഴനയില അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. അതിനുവേണ്ടി 1 കിലോ ശർക്കര ഞാനൊരു പാത്രത്തിൽ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടിട്ട് അത് ഉരുക്കുവാണേ. ഉരുക്കിയതിന് ശേഷം നമ്മളത് അരിച്ച് അതിൻ്റെ കല്ലും പൊടിയൊക്കെ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം. അതിനുശേഷം നമ്മളിത് ചക്ക ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്, കാരണം എല്ലാ പീസിലും കിട്ടണമല്ലോ. അങ്ങനെ അരിച്ച് വെച്ച ശർക്കര പാനിയിലേക്ക് നമ്മൾ നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു 10-15 മിനിറ്റ് ഈ ഒരു ചക്ക നന്നായിട്ട് വേവണം. ഈ ഒരു പരുവാകുമ്പം അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, ഈ ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ. അതിലേക്ക് ഒരു 2-3 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത് നല്ല ജീരകം അതിലേക്ക് ഒരല്പം ഇട്ട് കൊടുക്കുക. ഇനി ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കിലോ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി വെച്ചും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ശർക്കരയ്ക്കകത്ത് ചക്കയും ഏലക്കയൊക്കെ ഇട്ടുണ്ടാക്കി ആ ഒരു ബാറ്റർ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ വഴനയില എടുത്തിട്ട്, ഈ വഴനയില തീരെ ചെറുതാണ് കേട്ടോ, ശരിക്കും വലിയ ഇലയിൽ ഉണ്ടാക്കുന്നതാണ് ആ ഒരു ഷേപ്പും നമുക്ക് ആ മുകളിലത്തത് മടക്കിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ ഇല എടുത്തിട്ട് ഉണ്ടാക്കുക, എന്നാലേ ശരിക്കും ആ ഒരു ആകൃതിയിൽ നമുക്കത് കിട്ടുള്ളൂ. എല്ലാം തുറന്ന് വരും കണ്ടോ. ഇതിപ്പോൾ തുറന്നിരിക്കുന്നുണ്ടോ അതുപോലെ. എങ്കിലും നമ്മൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒരു 3/4 മണിക്കൂർ അരമണിക്കൂർ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.